ഗുഡ് മോർണിംഗ് ഫാമിലി. അപ്പം ഞാൻ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ഒരു സീരീസ് ആക്കുന്ന കാര്യം ചിന്തിച്ചപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നതിനേക്കാളും ഭയങ്കര നല്ല ആക്സെപ്റ്റൻസ് ആണ് കിട്ടിയത്. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ഈ വാട്ട് ഐ ഈറ്റ് ആണ് അല്ലെങ്കിൽ വാട്ട് ഐ ഡ്രിങ്ക് ആണ് നമ്മുടെ സീരീസിന് ഹെഡിങ് ആയിട്ട് വരാൻ പോണേ. അത് ചില സമയത്ത് ലഞ്ച് ആവാം, ചില സമയത്ത് ഫുൾ ഡേ ആവാം, ചില ദിവസം വീക്കെൻഡ് ആവാം. അപ്പം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടും നിങ്ങൾക്ക് എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്നൊക്കെ തോന്നുന്നതായിട്ടുള്ള പ്രോഡക്ട്സ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാന്ന് വെച്ചു. അപ്പോൾ ഇന്ന് ഞാൻ വാട്ട് ഐ ഗോണ ഡ്രിങ്ക് ഇൻ ദ മോർണിംഗ് ആണ് കാണിക്കാൻ പോകുന്നത്. ഇറ്റ് ഈസ് എ ചായ മീൻസ് ഞാൻ എത്രത്തോളം ഇതിൻ്റെ ഹെൽത്ത് കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, ബിക്കോസ് നമുക്കറിയില്ല. ബട്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കിയിട്ട് ഓക്കെ ആണെന്നാണ് തോന്നുന്നത്. അപ്പം എല്ലാം കൂടെ പ്രീമിക്സ് ചെയ്തിട്ടുള്ള ഒരു ചായപ്പൊടിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. സോ നമുക്ക് ധൃതിയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇപ്പോൾ ടീ ബാഗ്സ് പോലെ തന്നെ പ്രീമിക്സ് ചെയ്തിട്ടുള്ള സാഷേസ് കിട്ടുമ്പോൾ ധൃതിയൊക്കെ ആയിട്ട് ഇറങ്ങി പോകുമ്പോൾ പെട്ടെന്നൊരു ചായ കുടിക്കാനൊക്കെ വീട്ടിലെ എൽഡേഴ്സിനോ നമുക്ക് തന്നെ തോന്നുകയാണെങ്കിൽ നമുക്കത് ചെയ്യാം. അപ്പോൾ രാവിലെ ഞാൻ ജനറലി പാൽ ചായ കുടിക്കാറില്ല, പക്ഷേ എനിക്കെന്തോ ഇന്ന് നിങ്ങൾ ആ സാധനം പ്രോഡക്റ്റ് കാണിച്ചു തരാനും എനിക്ക് നമ്മുടെ ഇതിന് കിട്ടിയൊരു ആക്സെപ്റ്റൻസിൻ്റെയും ഒരു സന്തോഷത്തിൽ ചായയോട് ചേരാന്ന് വെച്ചു. അപ്പോൾ ഞാനത് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ആ സാധനം. ഗിർനർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ മസാല ടീ പ്രീമിക്സ് സാഷേസ് ആണ്. ഇതൊരു ബോക്സിൽ 10 വരും. 150 rupees ആണ്. അത് വേർത്ത് ആണോ എന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് പേഴ്സണലി ആണെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ പെയ്ഡ് പ്രൊമോഷൻ ചെയ്യാനാണെന്ന്. നോ, ഞാനിത് സ്വിഗ്ഗി, ഇൻസ്റ്റമാർട്ട്, നമ്മുടെ ഈ ഏരിയയിലൊക്കെ ഇൻസ്റ്റമാർട്ടാണ് നമുക്ക് ഏറ്റവും വേഗത്തിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങാനും ഒക്കെയും എളുപ്പത്തിൽ പറ്റുക. അപ്പം ഞാൻ ഇൻസ്റ്റമാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്താണ്. 150 rupees ആണ് ഇതിൻ്റെ പ്രൈസ്. പെർ പീസിന് 15 രൂപ. 10 സാഷേസ് ഉണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതിൻ്റെ പരിപാടി ഇങ്ങനെയാണ്. നിങ്ങൾക്ക് അറിയായിരിക്കും ഇറ്റ്സ് എ മിക്സ്. പക്ഷേ മസാല ചായ ഒരു പ്രീമിക്സിൻ്റെ രൂപത്തിൽ ഞാൻ എനിക്ക് അങ്ങനെ ക്യാമറ പിടിച്ചേക്കുക വല്ലതും വെച്ചിട്ടില്ല. സോ മസാല ചായ ഒരു എന്താ പറയുക, ഒരു പ്രീമിക്സിൻ്റെ രൂപത്തിൽ വരുമ്പം എങ്ങനെ ഉണ്ടാവും എന്നുള്ള കാര്യം എനിക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ അത് പക്ഷേ ഇത്രയും കൺവിൻസിങ് ആയി ഇത് ചെയ്തുകൊണ്ട് ഞാൻ രണ്ടാമതൊരു പാക്കറ്റും കൂടെ വാങ്ങിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതന്നെ. അല്ലാതെ ചുമ്മാ ഒരു ഇതല്ല കേട്ടോ, എന്താ പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ I'll just show you this. അപ്പോൾ ഞാൻ വെള്ളം നമ്മുടെ കെറ്റിലിൽ വെച്ചിട്ട് വെള്ളം തിളയ്ക്കുന്ന ആ ഗ്യാപ്പിന് ബ്രഷ് ചെയ്തു, മുഖമൊക്കെ ജസ്റ്റ് സ്പ്ലാഷ് ചെയ്തു. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫേസ് റൂട്ടീൻ, അങ്ങനെ റൂട്ടീനിലായിട്ടൊന്നും ഞാൻ അങ്ങനെ കാര്യമായിട്ടൊന്നും ചെയ്യാറില്ല. പക്ഷേ ജസ്റ്റ് ചായ കുടിക്കാൻ വേണ്ട ഒരു പ്രീ മേക്കപ്പ് ഒക്കെ ചെയ്തു. മേക്കപ്പ് ആസ് ഇൻ മുഖം കഴുകൽ, ദാറ്റ്സ് ഓൾ. സോ ഇതാണ് ഇതിൻ്റെ പാക്കറ്റ്. ഇതിൻ്റെ അകത്ത് തന്നെ ഈ പടത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ പട്ട, ഗ്രാമ്പൂ, മസാല ടീക്ക് വരേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും ഉണ്ട്. പിന്നെ അതിൻ്റെ അവർ തന്നെ ഒരു വുഡൻ സ്റ്റെറർ തരുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, കെറ്റിൽ വെള്ളം വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിന് ടൈം കിട്ടും പോയിട്ടൊന്ന് ജസ്റ്റ് ഫ്രഷ് ആയിട്ടൊക്കെ വരാൻ. എന്നിട്ട് ഈ സാഷ പൊട്ടിക്കുക, അത് നമ്മളുടെ ഇഷ്ടമുള്ള കപ്പിലേക്ക് ആ സാഷയുടെ പ്രീമിക്സ് ഇടുക, എന്നിട്ട് നല്ല ചൂടുള്ള തിളച്ച വെള്ളം ഒഴിക്കുക, ആൻഡ് യുവർ ടീ ഈസ് റെഡി. ആൻഡ് ഈ പ്രോഡക്റ്റ് എനിക്ക് നിങ്ങളെ കാണിച്ചു തരാൻ ഇഷ്ടപ്പെട്ടതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ ടൈം കൺസ്യൂമിങ് അല്ല ഇതൊട്ടും. പെട്ടെന്നൊരു മസാല ടീ, സാധാരണ ചായകൾ ഉണ്ടാക്കുന്ന പോലെയല്ല, മസാല ടീ എടുക്കുമ്പോൾ കുറച്ചുകൂടി ആ ഫ്ലേവറൊക്കെ ഇറങ്ങാൻ വേണ്ടി നമ്മളിതൊക്കെ ഇട്ട് വെച്ച് കുറച്ച് സമയം എടുക്കും. അപ്പോൾ ആ സമയം നമുക്ക് ലാഭിക്കാം എന്നുള്ളൊരു മെയിൻ ഫാക്ടർ കൊണ്ടും അതിൻ്റെ ടേസ്റ്റ് എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടുകൊണ്ടുമാണ് ഞാൻ ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എന്നിട്ട് നമ്മളിതുപോലെ നമ്മളെവിടെയാണോ സമാധാനമായിട്ട് ചായ കുടിക്കാതിരിക്കുന്നത് അവിടെ പോയിരുന്നിട്ട് സിപ്പ് ചെയ്ത് ഊതി ചായ കുടിക്കാം. ആൻഡ് ഈ ടീ കോഫി പരിപാടിയൊന്നും അത്ര ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല. പക്ഷേ ചായ കുടിക്കുന്ന ആൾക്കാരും കോഫി കുടിക്കുന്ന ആൾക്കാരും തന്നെയാണ് നമ്മളിൽ മിക്കവരും. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ കാണിച്ചു എന്നേ ഉള്ളൂ. ആൻഡ് ഇതിൻ്റെ ടേസ്റ്റിനെ പറ്റി പറയുവാണെങ്കിൽ അത്യാവശ്യം റിഫ്രഷിംഗ് ആണ് ഇതിൻ്റെ ടേസ്റ്റ്. ആ ഫ്ലേവേഴ്സൊക്കെ ഇങ്ങനൊരു പ്രീമിക്സ് ആണെങ്കിൽ കൂടെ ആ ഫ്ലേവേഴ്സൊക്കെ നല്ല രീതിയിൽ നമുക്ക് കിട്ടും. ലൈക്ക് ബീറ്റ് ഏലക്കയുടെ ആണെങ്കിലും പട്ടയുടെ ആണെങ്കിലും ആ മസാല പാട്ട് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല ചൂടുണ്ടായിരുന്നു, വായുമ്പുള്ളിയായിരുന്നു. സോ ആസ് ഐ സെഡ് ബിഫോർ, ഇതൊരു പെയ്ഡ് പ്രൊമോഷനൊന്നും അല്ല. എനിക്ക് ഞാൻ ചില പ്രോഡക്ട്സ് ഇങ്ങനെ ലൈക്ക് പ്രീമിക്സ് ഒക്കെ പോലത്തെ സാധനങ്ങൾ വാങ്ങുമ്പോൾ ട്രൈ ചെയ്ത് നോക്കുമ്പം എനിക്ക് ഇഷ്ടപ്പെടുന്ന ഞാൻ അമ്മയ്ക്ക് അയച്ചു കൊടുക്കാറുണ്ട്. അപ്പം അതുപോലെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നേ ഉള്ളൂ. പിന്നെ എല്ലാ സാധനങ്ങളെയും പ്രീമിക്സ് ഒട്ടും ഹെൽത്തി അല്ല, ബിക്കോസ് അതിനകത്ത് പ്രിസർവേറ്റീവ്സ് ഉണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷേ ഇതിനകത്ത് വായിച്ചു നോക്കിയപ്പോഴത്തേക്കും കൂടിപ്പോയ പാൽപ്പൊടി കാണും, ചായപ്പൊടി കാണും, അങ്ങനെ കുറച്ച് സംഭവങ്ങളെ വരാൻ തന്നെ ചാൻസ് ഉള്ളൂ. അപ്പം ഹെൽത്തി ആണോ എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ യു നീഡ് ടു ആൻസർ യുവർ സെൽഫ്. എനിക്കറിയില്ല, ഹെൽത്തി ആയിരിക്കില്ല. പക്ഷേ ആൻഡ് നമ്മളിടുന്ന ഒരു ചായയുടെ രുചി വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. കാരണം നന്നായി ചായ വെക്കുന്ന ആൾക്കാരാണ് നമ്മളിൽ പലരും. മലയാളികൾ പലരും നല്ല ചായ വെക്കുന്ന ആൾക്കാരാണ്, പെണ്ണുങ്ങളാണെങ്കിലും ആണുങ്ങളാണെങ്കിലും. അപ്പോൾ അതിനോടൊപ്പം ഒന്നും ഒരിക്കലും പിടിച്ചിരിക്കാനൊന്നും പറ്റത്തില്ല. പക്ഷേ പെട്ടെന്ന് പോകുന്നതിനിടയിൽ നമുക്ക് വലിയ പണിയില്ലാതെ ചായ പാൽ തിളച്ചോ എന്നൊക്കെ നോക്കാതെ മസാല ഫ്ലേവറിലുള്ള ചായ കുടിക്കണം എന്നുണ്ടെങ്കിൽ പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണിത്. ഇതിൻ്റെ കൺസിസ്റ്റൻസി ലേശം വെള്ളം പോലെയാണ്. കട്ടിയുള്ള പാലിൻ്റെ ആ ഒരു കൊഴുപ്പൊന്നും കിട്ടില്ല, അതിൻ്റെ ആ ഒരു ഫാറ്റി നേച്ചറൊന്നും അല്ല. ഇറ്റ് ഈസ് വെരി
കട്ടിയില്ലാതെ ഇങ്ങനെ ബ്ലാനിരിക്കുന്ന അതാണ് കൺസിസ്റ്റൻസി. ഇതിൻ്റെ എനിക്ക് ഞാൻ ഉണ്ടാക്കുന്നത്, ഞാൻ ജനറലി നല്ല സ്ട്രോങ് ആയിട്ടുള്ള ചായ ഉണ്ടാക്കുക. അപ്പോൾ അതിൻ്റെയൊക്കെ ആ ഒരു കട്ടി, പാലിൻ്റെ കട്ടി തന്നെ വേറെയാണ്. പക്ഷെ അതർവൈസ് ഐ തിങ്ക് ഇറ്റ്സ് എ വെരി നൈസ് ചായ. ഞാൻ ഈ നോക്കിക്കൊണ്ടിരിക്കുന്ന കപ്പിലാണ്, നിങ്ങൾ അല്ലെങ്കിൽ എന്തിലേയും നോക്കിയാൽ ഞാൻ ആ കപ്പിനോടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഐ ഹോപ്പ് ഈ പ്രോഡക്റ്റ് നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടത് എൻ്റെ താഴെ വന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഫുഡ് റിലേറ്റഡ് ഞാൻ ട്രൈ ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ് ബിലോ. ഐ വിൽ റിവ്യൂ ഇറ്റ്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഐ വിൽ സീ യു ഓൾ നെക്സ്റ്റ് ടൈം. Until then, it's me, Ami, signing off. Not